ഇപ്പോഴും ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണ്. അത് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു ജാമ്യം കൊടുക്കലാണോ ഇത്? ഒരിക്കലുമല്ല. ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ കേരളത്തിലെ നിയമസഭകളുടെ ഡിലിമിറ്റേഷൻ, ഞാൻ പഠിച്ച ഡിലിമിറ്റേഷൻ ആക്ട്, പാർലമെൻറ്റ് പാസ്സാക്കിയ ഡിലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഷ്ട്രീയത്തിലെ പ്രസംഗം പോലെ പറയാം, സെക്ഷൻ 9, ഡിലിമിറ്റേഷൻ ആക്ടിലെ സെക്ഷൻ 9, കോൺസ്റ്റിറ്റ്യുവൻസീസ് ഷാൽ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ഓഫ് ജോഗ്രഫിക്കലി കോമ്പാക്ട് ഏരിയാസ്. കോൺസ്റ്റിറ്റ്യുവൻസീസ് ഷാൽ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ജിയോഗ്രഫിക്കലി കോമ്പാക്ട് ഏരിയാസ് എന്ന് പറഞ്ഞ നിയമമുണ്ട് ഇവിടെ. പക്ഷേ നമ്മുടെ വാർഡുകളെയൊക്കെ ജോഗ്രഫിക്കലി കോമ്പാക്റ്റ് ആയിട്ടല്ല വിഭജിച്ചിരിക്കുന്നത്. അല്ല, ഇതിനെങ്ങനെ മറികടക്കാൻ ഞങ്ങൾ അതിൻ്റെ നിയമവശം നോക്കും. പക്ഷേ ഇവിടെ ലിമിറ്റേഷനുണ്ട്. ഇപ്പോഴും നിയമത്തിൽ വരുന്നതെന്ന് വെച്ചാൽ കോടതികളിൽ ഇതിൻ്റെ ജെനുവിനിറ്റി ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഞാനത് ഒരിക്കൽ കൂടി ഇലക്ഷൻ കമ്മീഷനോട് മൈൻഡ് അപ്ലൈ ചെയ്ത് ന്യായം നടത്തണം. മൈൻഡ് അപ്ലൈ ചെയ്ത് ഈ പറഞ്ഞ ഈ നിയമം കോൺസ്റ്റിറ്റ്യുവൻസി ഷാൽ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ഓഫ് ജോഗ്രഫിക്കലി കോമ്പാക്ട് ഏരിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കും. അത് ഇന്ത്യ രാജ്യം പാസ്സാക്കിയ, പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ഫോർ ദ LSGD ഇലക്ഷൻസ് ഓൾസോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആ മൈൻഡ് അപ്ലൈ ചെയ്ത് തീരുമാനിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ ഒന്നാമത്തെ ടാർഗറ്റ് അതാ ചോദ്യം. രണ്ടാമത്തെ, മുന്നണിയിലെ ഏറ്റവും സ്വീകാര്യമായ വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിലുള്ള സീറ്റ് വിഭജനം. മൂന്നാമത്തേത് പ്രധാനപ്പെട്ടത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ. ഏത് ഇലക്ഷനിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ഫിക്സേഷനിലെ വിന്നബിലിറ്റി ക്രൈറ്റീരിയ. അത് കോൺഗ്രസ് ഇപ്പോൾ അടുത്ത കാലത്ത് അത് ശ്രദ്ധിച്ചിട്ടാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ വിന്നബിലിറ്റി ക്രൈറ്റീരിയ അതെല്ലാം നോക്കി ഒന്നിച്ച് നിന്ന്, പിന്നെ പോളിറ്റിക്സ്. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. അത് പഠിക്കും, കൂടുതൽ പഠിക്കും. വിജയസാധ്യത ഉറപ്പുള്ള സീറ്റുകൾ ശ്രദ്ധിക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് ടൈറ്റ് ഫൈറ്റ് വരാവുന്ന സീറ്റുകളാണ്, അത് ശ്രദ്ധിക്കും. ഓവറോൾ ഞാനിത് ഈ മീഡിയ വണ്ണിലൂടെ ഞാനിത് കോൺഗ്രസ് പ്രവർത്തകരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ KPCCക്കോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കോ പോലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും സീറ്റ് വിഭജനത്തിലും പരിമിതമായ ഇടപെടലിനെ സാധ്യതയുള്ളൂ. കാരണം സമയം കിട്ടില്ല. കേരളത്തിൽ ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലെ എല്ലാ സീറ്റുകളുടെയും കാര്യത്തിൽ KPCC തീരുമാനിക്കാൻ പറ്റുമോ? ജില്ലകളിൽ അത് സെറ്റിൽ ചെയ്ത് വരും, ന്യായമായിട്ട് സെറ്റിൽ ചെയ്ത് വരും. സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശം കൊടുക്കും. ഒരു വലിയൊരു വിമർശനം ഉണ്ടായത് ഈ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാരെ മാത്രം ഒരു PCC അധ്യക്ഷനാക്കുക എന്നുള്ളതാണ്. അങ്ങ് തന്നെ പറഞ്ഞ അങ്ങ് ഇവ തെക്കൻ ജില്ലകളിലേക്ക് അത്ര ഒരു പരിചിത മുഖമല്ലെന്ന്. അതിന് ഞാൻ അഡ്മിറ്റഡ്, ഞാനത് സമ്മതിച്ചില്ല. എൻ്റെ മുഖം അത്ര പരിചിതമല്ല. അവിടെയാണ് ഞാൻ കമ്പയർ ചെയ്തേ. ധനല സാറിനെയും പത്മനാഭൻ വക്കീലിനെയും തങ്കഞ്ചേരനെയാണല്ലോ ഞാൻ കമ്പയർ ചെയ്തത്. നോട്ട് VM സുധീരൻ, നോട്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ, നോട്ട് വയലാർ രവി, നോട്ട് AK ആന്റണി അറ്റോൾ, നോട്ട് K സുധാകരൻ. അപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെയുള്ള ആളുകളെയും കോൺഗ്രസ് പാർട്ടി ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ബാലകൃഷ്ണ പിള്ളയുടെ അടുത്താണ് 100 സീറ്റ് കിട്ടിയത്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. ദാറ്റ് ഇസ് മൈ ഗോൾ, ദാറ്റ് ഐ വിൽ അച്ചീവ്. ഏതായാലും ഈ ലക്ഷ്യം നേടാനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കോൺഗ്രസിൽ സണ്ണി ഡേയ്സ് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സണ്ണി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സണ്ണി എന്നാണെങ്കിലും അതിനർത്ഥമുണ്ട്. സൂര്യൻ, SUNNY, സൺ. അതാണ് രമേശ് ചെന്നിത്തല അത് കൊണ്ടുവന്നത്. പിന്നെ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അത് പാർട്ടിക്കാരും അതിനോട് യോജിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. UDFൽ നിന്നും എനിക്ക് നിരവധി ഫോൺ കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട്. ഐ എം വെരി മച്ച് ഹാപ്പി ആൻഡ് വെരി മച്ച് ഹോപ്പ്ഫുൾ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു.